ഗുഡ് മോർണിംഗ് ഓൾ. നമ്മൾ മാർജിനൽ കോസ്റ്റിംഗ് ആൻഡ് അപ്ലിക്കേഷൻ എന്ന ചാപ്റ്ററിൽ കുറച്ച് പ്രോബ്ലംസ് ആണ് സോൾവ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഞാൻ ക്വസ്റ്റ്യന് ഇതിൽ കൊടുക്കുന്നുണ്ട്, നമുക്ക് നോക്കാം. അതിൽ ഫസ്റ്റ് ദ കാൽക്കുലേഷൻ ഓഫ് ദ കോൺട്രിബ്യൂഷൻ ആൻഡ് പ്രോഫിറ്റ് കാണാനാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെ കാണാൻ നമുക്ക് നോക്കാം. കോൺട്രിബ്യൂഷൻ ആദ്യം നമുക്ക് ക്വസ്റ്റ്യനിൽ അതിന് വേണ്ട ഇക്വേഷൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. കോൺട്രിബ്യൂഷൻ ആൻഡ് പ്രോഫിറ്റ് കാണാൻ നമുക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കോൺട്രിബ്യൂഷൻ കാണാനുള്ള ഇക്വേഷനാണ് സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ്. ഓക്കെ, ആൻഡ് പ്രോഫിറ്റ് കാണാനുള്ള സമവാക്യമാണ് കോൺട്രിബ്യൂഷൻ മൈനസ് ഫിക്സ്ഡ് കോസ്റ്റ്. അപ്പോൾ നമുക്ക് ആദ്യം ഇതിൽ കോൺട്രിബ്യൂഷന് സെയിൽസ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 8 lakh, ആൻഡ് വേരിയബിൾ കോസ്റ്റ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 4 lakhs, ആൻഡ് ഫിക്സ്ഡ് കോസ്റ്റ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 2 lakh. അപ്പോൾ നമുക്ക് കോൺട്രിബ്യൂഷന് അങ്ങനെ അപ്ലൈ ചെയ്ത് നോക്കാം. സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് 8 lakh മൈനസ് 4 lakh ഓക്കെ ഈക്വൽ ടു 4 lakh. അതാണ് കോൺട്രിബ്യൂഷൻ നമുക്ക് കിട്ടി 4 lakh. ആൻഡ് പ്രോഫിറ്റ് കോൺട്രിബ്യൂഷൻ മൈനസ് ഫിക്സ്ഡ് കോസ്റ്റ് ആണ്. അപ്പോൾ നമുക്ക് കോൺട്രിബ്യൂഷൻ നമുക്ക് കിട്ടി 4 lakh. അപ്പം അതിന് മൈനസ് ഫിക്സ്ഡ് കോസ്റ്റ് എത്ര നമുക്ക് കോസ്റ്റിൽ തന്നിരിക്കുന്നത് 2 lakh ആണ്. അപ്പം 4 lakh 2 lakh മൈനസ് ചെയ്യുക, അപ്പോൾ നമുക്ക് 2 lakh കിട്ടും. അപ്പോൾ കോൺട്രിബ്യൂഷൻ 4 lakh ആൻഡ് പ്രോഫിറ്റ് ഈസ് എ 2 lakh. ഓക്കെ, ഇതിൽ കോൺട്രിബ്യൂഷൻ എങ്ങനെ കാണാൻ സമവാക്യമുണ്ട്. കോൺട്രിബ്യൂഷൻ ഈക്വൽ ടു പ്രോഫിറ്റ് പ്ലസ് ഫിക്സ്ഡ് കോസ്റ്റിൻ്റെ ഫിക്സ്ഡ് കോസ്റ്റ് കാണാൻ സമവാക്യം കോൺട്രിബ്യൂഷൻ മൈനസ് പ്രോഫിറ്റ്. ഇതാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ ഇതൊന്നും തന്നിട്ടില്ലെങ്കിൽ നമുക്ക് യൂസ് ചെയ്യേണ്ട ഇക്വേഷൻസ് ആണ് ഇതൊക്കെ. ബട്ട് ഇത് നമുക്ക് ക്വസ്റ്റ്യനിൽ ഇക്വേഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്, ഓൾറെഡി തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, ഇതിൽ ക്വസ്റ്റ്യൻ രണ്ടാമത്തെ പറയുന്നത് കാൽക്കുലേറ്റ് എ വേരിയബിൾ കോസ്റ്റ് കാണാൻ പറയുന്നത്. അപ്പോൾ കാൽക്കുലേറ്റ് എ വേരിയബിൾ കോസ്റ്റ് കാണാൻ സമവാക്യം വേരിയബിൾ കോസ്റ്റ് ഈക്വൽ ടു സെയിൽസ് മൈനസ് കോൺട്രിബ്യൂഷൻ എന്നാണ്. അപ്പോൾ നമ്മൾ കോൺട്രിബ്യൂഷൻ നമ്മൾ എങ്ങനെ കണ്ടത് സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് ആണ്, അല്ലെങ്കിൽ ഫിക്സ്ഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ നമുക്ക് സെയിൽസ് തന്നിട്ടുണ്ട് 12 ലക്ഷം, ആൻഡ് ഫിക്സ്ഡ് കോസ്റ്റ് തന്നിട്ടുണ്ട് 2 lakh, ആൻഡ് പ്രോഫിറ്റ് നമുക്ക് തന്നിട്ടുണ്ട് 1,20,000. ഓക്കെ, അപ്പോൾ നമുക്ക് വേരിയബിൾ കോസ്റ്റ് എങ്ങനെ കാണാൻ നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ഫിക്സ്ഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് ആണ്. അപ്പം ഫിക്സ്ഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് നമുക്ക് ആഡ് ചെയ്യുമ്പോൾ 3,20,000 rupees കിട്ടും. ഓക്കെ, അപ്പം നമുക്ക് വേരിയബിൾ കോസ്റ്റ് എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. സെയിൽസ് മൈനസ് കോൺട്രിബ്യൂഷൻ ആണ്. ഓക്കെ, അപ്പം നമുക്ക് കോൺട്രിബ്യൂഷൻ കിട്ടിയിട്ടുണ്ട് 3,20,000, ആൻഡ് സെയിൽസ് നമുക്ക് തന്നിട്ടുണ്ട് 12 ലക്ഷം. അപ്പം 12 lakh മൈനസ് 3,20,000 ഈക്വൽ ടു 8,80,000 ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടി കാൽക്കുലേഷൻ ഓഫ് വേരിയബിൾ കോസ്റ്റ് 8,80,000. വേരിയബിൾ കോസ്റ്റ് ഈക്വൽ ടു സെയിൽസ് മൈനസ് കോൺട്രിബ്യൂഷൻ. സെയിൽസ് നമുക്ക് തന്നിട്ടുണ്ട് 12 ലക്ഷം, ആൻഡ് കോൺട്രിബ്യൂഷൻ നമ്മൾ കണ്ടുപിടിച്ചു 3,20,000. അപ്പോൾ ഈക്വൽ ടു 12 ലക്ഷത്തിൽ നിന്ന് മൈനസ് ചെയ്യുക, 3,20,000 മൈനസ് ചെയ്താൽ 8,80,000. അപ്പോൾ വേരിയബിൾ കോസ്റ്റ് ആർ 8,80,000. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് നമ്മൾ ഇനി കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് പി വി റേഷ്യോ. പി വി റേഷ്യോ കാണാൻ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ട് സെയിൽസ് തന്നിട്ടുണ്ട് 8 lakh തന്നിട്ടുണ്ട്, വേരിയബിൾ കോസ്റ്റ് നമുക്ക് തന്നിട്ടുണ്ട് 4,80,000 rupees തന്നിട്ടുണ്ട്, ആൻഡ് ഫിക്സ്ഡ് കോസ്റ്റും തന്നിട്ടുണ്ട് 1,50,000 തന്നിട്ടുണ്ട്. അപ്പോൾ പി വി റേഷ്യോ കാണാനുള്ള ഇക്വേഷനാണ് കോൺട്രിബ്യൂഷൻ ഡിവൈഡ് ബൈ സെയിൽസ് ഇൻറ്റു 100. കോൺട്രിബ്യൂഷൻ ഡിവൈഡ് ബൈ സെയിൽസ് ഇൻറ്റു 100. അപ്പോൾ നമുക്ക് ഇതിൽ കോൺട്രിബ്യൂഷൻ കാണാൻ നമുക്ക് ഇതിൽ കോൺട്രിബ്യൂഷൻ തന്നിട്ടില്ല ക്വസ്റ്റ്യനിൽ. അപ്പോൾ നമുക്ക് കോൺട്രിബ്യൂഷൻ കാണാൻ കോൺട്രിബ്യൂഷൻ ഈക്വൽ ടു സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ്. സെയിൽസ് നമുക്ക് തന്നിട്ടുണ്ട് 8 ലക്ഷം, ആൻഡ് വേരിയബിൾ കോസ്റ്റ് നമുക്ക് തന്നിട്ടുണ്ട് 4,80,000. അപ്പം 8 ലക്ഷത്തിൽ നിന്ന് 4,80,000 മൈനസ് ചെയ്താൽ 3,20,000 കിട്ടും. അപ്പോൾ കോൺട്രിബ്യൂഷൻ ആർ 3,20,000. ഓക്കെ, അപ്പം നമുക്ക് പി വി റേഷ്യോക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. പി വി റേഷ്യോ ഈക്വൽ ടു കോൺട്രിബ്യൂഷൻ
കോൺട്രിബ്യൂഷൻ ഡിവൈഡ് ബൈ സെയിൽസ് ഇൻറ്റു 100 എന്നാണ്. കോൺട്രിബ്യൂഷൻ 3,20,000 ഡിവൈഡ് ബൈ സെയിൽസ് നമുക്ക് തന്നിട്ടുണ്ട് 8 ലക്ഷം ഇൻറ്റു 100. അപ്പോൾ നമുക്ക് 40% 40% കിട്ടും. ഓക്കെ, പി വി റേഷ്യോ ഈക്വൽ ടു ആർ 3,20,000 ഡിവൈഡ് ബൈ 8 lakh ഇൻറ്റു 100 ഡിവൈഡ് ബൈ ഈക്വൽ ടു 40%. ഓക്കെ, ഇനി അടുത്ത് നെക്സ്റ്റ് നമുക്ക് കാണാനുണ്ടായിരുന്നു കാൽക്കുലേഷൻ ഓഫ് സെയിൽ എന്നാണ് ക്വസ്റ്റ്യൻ നോക്കാം. 4ാമത്തെ ക്വസ്റ്റ്യന് കാൽക്കുലേഷൻ ഓഫ് സെയിൽ. അപ്പോൾ സെയിൽസ് നമുക്ക് കാണാൻ കോൺട്രിബ്യൂഷൻ നമുക്ക് തന്നിട്ടുണ്ട് 55 lakh തന്നിട്ടുണ്ട്. ആൻഡ് പി വി റേഷ്യോ നമുക്ക് 50% തന്നിട്ടുണ്ട്. നേരത്തെ നമ്മൾ പി വി റേഷ്യോ കണ്ടു, പക്ഷെ നമുക്ക് ഇതിൽ ക്വസ്റ്റ്യനിൽ നമുക്ക് പി വി റേഷ്യോ ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട് 50%, 50%. അപ്പോൾ കാൽക്കുലേറ്റ് സെയിൽ കാണാൻ സമവാക്യം എന്താ നോക്കുക. പി വി റേഷ്യോ ഈക്വൽ ടു കോൺട്രിബ്യൂഷൻ ഡിവൈഡ് ബൈ സെയിൽസ് ഇൻറ്റു 100 എന്നാണ്. ഓക്കെ, സെയിൽസ് കാണാനുള്ള സമവാക്യമാണ് കോൺട്രിബ്യൂഷൻ ഡിവൈഡ് ബൈ പി വി റേഷ്യോ. അപ്പോൾ കോൺട്രിബ്യൂഷൻ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. സെയിൽസ് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് കോൺട്രിബ്യൂഷൻ സെയിൽസ് ഈക്വൽ ടു കോൺട്രിബ്യൂഷൻ ഡിവൈഡ് ബൈ പി വി റേഷ്യോ എന്നാണ്. അപ്പോൾ നമുക്ക് സെയിൽസ് കാണാനായിട്ട് കോൺട്രിബ്യൂഷൻ 50,000 രൂപ 50,000 നമുക്ക് തന്നിട്ടുണ്ട്. ആൻഡ് ഡിവൈഡ് ബൈ പി വി റേഷ്യോ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 50%. അപ്പോൾ നമുക്ക് നോക്കാം 50,000 ഡിവൈഡ് ബൈ 50 ഈക്വൽ ടു 1 lakh. ഓക്കെ, 10 lakh നമ്മൾ സെയിൽ കണ്ടെത്തി. ഇനി നെക്സ്റ്റ് ആണ് നമുക്ക് 5ാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കാം. 5ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അതിൽ ഫസ്റ്റിൽ കോൺട്രിബ്യൂഷൻ കാണാനുണ്ട്. അതിൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് പി വി റേഷ്യോ നമുക്ക് കാണാണ്ട്. പ്രോഫിറ്റ് അറ്റ് സെയിൽസ് 2,000 യൂണിറ്റ്സ് കാണാണ്ട്. നമ്പർ ഓഫ് യൂണിറ്റ്സ് ടു ബി സോൾഡ് 1,60,000 കാണാനുണ്ട്. ആൻഡ് ന്യൂ പി വി റേഷ്യോ റെഡ്യൂസ്ഡ് സെല്ലിംഗ് പ്രൈസ് 20 കാണാനുണ്ട്. ആൻഡ് നമ്പർ ഓഫ് ദി യൂണിറ്റ്സ് സോൾഡ് പ്രോഫിറ്റ് 60,000 റെഡ്യൂസ് സെല്ലിംഗ് പ്രൈസും കാണാനുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് നോക്കാം എങ്ങനെയാണ് പി വി റേഷ്യോ കാണുക. അപ്പോൾ പി വി റേഷ്യോ കാണാൻ ഈക്വൽ സമവാക്യമാണ്. ഓക്കെ, ഒന്നുകൂടി ലിസൺ ചെയ്യുക. പി വി റേഷ്യോ ഈക്വൽ ടു കോൺട്രിബ്യൂഷൻ ഡിവൈഡ് ബൈ സെയിൽസ് ഇൻറ്റു 100. അപ്പോൾ നമുക്കിത് ഇവിടെ ക്വസ്റ്റ്യനിൽ നമുക്ക് കോൺട്രിബ്യൂഷൻ തന്നിട്ടില്ല. അപ്പോൾ കോൺട്രിബ്യൂഷൻ കാണാനുള്ള സമവാക്യം എന്താണ്? സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ്. സെയിൽസ് എത്ര ഇവിടെ തന്നിട്ട് നോക്കാം. സെയിൽസ് നമുക്ക് തന്നിട്ടില്ല. അപ്പോൾ നമ്മൾ സെയിൽസ് ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിട്ടുണ്ട്. സെയിൽസിൻ്റെ 1000 ഇൻറ്റു 10, അതായത് സെയിൽസ് നമുക്ക് നേരിട്ട് തന്നിട്ടില്ല. പക്ഷെ ഇതിൽ പറയുന്നുണ്ട് ഡ്യൂറിങ് എ പീരിയഡ് ഓഫ് 1000 യൂണിറ്റ്സ് ആർ പ്രൊഡ്യൂസ്ഡ്. അപ്പോൾ നമ്മൾ 1000 യൂണിറ്റ്സ് ആർ പ്രൊഡ്യൂസ്ഡ്. ഓക്കെ, 1000 യൂണിറ്റ്സ് ആർ പ്രൊഡ്യൂസ്ഡ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് നോക്കാം. 1000 യൂണിറ്റ്സ് ആർ പ്രൊഡ്യൂസ്ഡ്. അപ്പോൾ 1000 ഇൻറ്റു 10 1 lakh. ആൻഡ് അപ്പോൾ കോൺട്രിബ്യൂഷൻ ഈസ് ആർ സെയിൽസ് ആർ 1 lakh ആൻഡ് മൈ കോൺട്രിബ്യൂഷൻ നമുക്ക് 1000 ഈസ് 50 ക്വസ്റ്റ്യൻ നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, നോക്കാം. ഈസ് വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ്സ് ഓഫ് 50 നമുക്ക് തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. കോൺട്രിബ്യൂഷൻ കാണാൻ സമവാക്യം സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ്. അപ്പോൾ 1 lakh നമുക്ക് കിട്ടി കഴിഞ്ഞു. ആൻഡ് മൈനസ് 50,000. ഓക്കെ, ഈക്വൽ ടു 50,000. 1 lakh മൈനസ് 1,90,000 കുറച്ചാൽ 50,000. അപ്പോൾ കോൺട്രിബ്യൂഷൻ കിട്ടി. അപ്പോൾ നമുക്ക് നേരെ പി വി റേഷ്യോ കാണാൻ അപ്ലൈ ചെയ്ത് കൊടുക്കാം. പി വി റേഷ്യോ ഈക്വൽ ടു കോൺട്രിബ്യൂഷൻ ഡിവൈഡ് ബൈ സെയിൽസ് ഇൻറ്റു 100. അപ്പോൾ 50,000 കോൺട്രിബ്യൂഷൻ 50,000 ആൻഡ് സെയിൽസ് 1 lakh ഇൻറ്റു 100 പറയുമ്പോൾ 50%. 50,000 ഡിവൈഡ് ബൈ 1,00,000 ഇൻറ്റു 100. അപ്പോൾ പി വി റേഷ്യോസ് ആർ 50%. ഓക്കെ, ഇനി നെക്സ്റ്റ് 5ാമത്തെ ക്വസ്റ്റ്യൻ 2ാമത്തേതാണ് നമുക്ക് കാണാനുള്ളത്. പ്രോഫിറ്റ് അറ്റ് സെയിൽ 2,000 യൂണിറ്റ്സ്. അപ്പോൾ നമുക്ക് സെയിൽസ് തന്നിട്ടുണ്ട് 2,000 ഇൻറ്റു എത്ര ക്വസ്റ്റ്യൻ നോക്കാം. സോൾഡ് സെയിൽസ് ആർ 100. അപ്പോൾ 2,000 പ്രോഫിറ്റ് സെയിൽ 2,000 ഇൻറ്റു 100 സെയിൽസ് ഈക്വൽ ടു 2 lakh. ആൻഡ് 2 lakh ഇൻറ്റു
നമുക്ക് ക്വസ്റ്റ്യനിലുണ്ട് 50% തന്നിട്ടുണ്ട് ഡിവൈഡ് ബൈ 100 1 lakh ആൻഡ് 1 lakh മൈനസ് ഡിവൈഡ് ബൈ 20,000 ഫിക്സ്ഡ് കോസ്റ്റ്. നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ഓൾറെഡി. ഈ 1 lakh ഫിക്സ്ഡ് കോസ്റ്റ് മൈനസ് ചെയ്യുക. ക്വസ്റ്റ്യനിലുണ്ട് 20,000 ഈസ് ഈക്വൽ ടു 80,000 50,000. അത് പ്രോഫിറ്റ് അറ്റ് സെയിൽ 2000 യൂണിറ്റ്സ് ഈസ് 80,000. ഓക്കെ, അതിൽ ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്പർ ഓഫ് യൂണിറ്റ്സ് ടു ബി സോൾഡ് 1,60,000. അപ്പോൾ ഇതിൽ നമുക്ക് ഫിക്സ്ഡ് എങ്ങനെ ഈ നമ്പർ ഓഫ് യൂണിറ്റ് ടു ബി സോൾഡ് 1,60,000 കാണാൻ ചെറിയ ഇക്വേഷൻ ഉണ്ട്. ഫിക്സ്ഡ് കോസ്റ്റ് പ്ലസ് ഡിസൈറബിൾ പ്രോഫിറ്റ് ഡിവൈഡ് ബൈ കോൺട്രിബ്യൂഷൻ യൂണിറ്റ്സ്. അപ്പോൾ നമുക്ക് നോക്കാം. ഫിക്സ്ഡ് കോസ്റ്റ് നമുക്ക് ക്വസ്റ്റ്യനിൽ ഓൾറെഡി തന്നിട്ടുണ്ട് 20,000 പ്ലസ് അതിലേക്ക് നമ്മൾ ഡിസൈറബിൾ പ്രോഫിറ്റ് എത്രയാണ് ക്വസ്റ്റ്യനിൽ നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട് 1,60,000. അപ്പം 20,000 പ്ലസ് 1,60,000 ഡിവൈഡ് ബൈ ആൻഡ് കോൺട്രിബ്യൂഷൻ യൂണിറ്റ്സ് നമുക്ക് തന്നിട്ടുണ്ട് 50. അതായത് 100ന്ന് 50 കുറച്ചാൽ 50. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടുന്നതാണ് 3,600 യൂണിറ്റ്സ്. അപ്പോൾ നമ്പർ ഓഫ് യൂണിറ്റ്സ് ടു ബി സോൾഡ് 1,60,000 3,600 യൂണിറ്റ്സ് ആർ സോൾഡ്. ഓക്കെ, ഇനി അതിൽ ലാസ്റ്റത്താണ് നാലാമത്തതാണ് ന്യൂ പി വി റേഷ്യോ റെഡ്യൂസ്ഡ് സെല്ലിംഗ് പ്രൈസ് 20. അപ്പോൾ സെല്ലിംഗ് പ്രൈസ് നമുക്ക് തന്നിട്ടുണ്ട് 100, അതിന് 20 മൈനസ് ചെയ്താൽ 80 കിട്ടും. സെല്ലിംഗ് പ്രൈസ് ഈസ് ഈക്വൽ ടു 80. കോൺട്രിബ്യൂഷൻ നമുക്ക് ഓൾറെഡി എങ്ങനെ കാണാം, സെയിൽസ് ഡിവൈഡ് ബൈ വേരിയബിൾ കോസ്റ്റ് ആണ്. അപ്പോൾ സെയിൽസ് എത്രയാണ്, സെല്ലിംഗ് പ്രൈസ് സെയിൽസ് 80 മൈനസ് വേരിയബിൾ കോസ്റ്റ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 50 ഈസ് ഈക്വൽ ടു 13. അപ്പോൾ കോൺട്രിബ്യൂഷൻ ഈസ് ആർ 30. പി വി റേഷ്യോ നേരെ ന്യൂ പി വി റേഷ്യോ അപ്ലൈ ചെയ്തെടുക്കാം. കോൺട്രിബ്യൂഷൻ ഡിവൈഡ് ബൈ സെയിൽസ് ഇൻറ്റു 100 30 ഡിവൈഡ് ബൈ 80 ഇൻറ്റു 100 37.5% പി വി റേഷ്യോ. ന്യൂ പി വി റേഷ്യോ റെഡ്യൂസ്ഡ് സെല്ലിംഗ് പ്രൈസ് 20 ഈസ് 37.5%. അതിൽ ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ ആണ് നമ്പർ ഓഫ് യൂണിറ്റ് സോൾഡ് പ്രോഫിറ്റ് 60,000 റെഡ്യൂസ്ഡ് സെല്ലിംഗ് പ്രൈസ്. അപ്പോൾ അത് എങ്ങനെ കാണാം നമുക്ക് നോക്കാം. ജസ്റ്റ് നോക്കാം. ഫിക്സ്ഡ് കോസ്റ്റ് പ്ലസ് ഡിസൈറബിൾ പ്രോഫിറ്റ് ഡിവൈഡ് ബൈ കോൺട്രിബ്യൂഷൻ യൂണിറ്റ്സ്. ഫിക്സ്ഡ് കോസ്റ്റ് നമുക്ക് ഓൾറെഡി കോസ്റ്റിൽ തന്നിട്ടുണ്ട് 20,000 പ്ലസ് ആൻഡ് ഡിസൈറബിൾ പ്രോഫിറ്റ് നമുക്ക് കോസ്റ്റിൽ തന്നിട്ടുണ്ട് 60,000 ഡിവൈഡ് ബൈ ആൻഡ് കോൺട്രിബ്യൂഷൻ നമ്മൾ ഓൾറെഡി കണ്ടതാണ് സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ്. അത് 13, അതായത് 80 മൈനസ്, അതായത് സെയിൽസ് മൈനസ് ചെയ്യുക 50. ഓക്കെ, അപ്പം ഇത് 20,000 പ്ലസ് 60,000 ഡിവൈഡ് ബൈ 30 ഈക്വൽ ടു 2,666.6, അതായത് 2,666.6 നമ്പർ ഓഫ് യൂണിറ്റ്സ് ഓൾ പ്രൊഡ്യൂസ് 60,000 റെഡ്യൂസ് സെല്ലിംഗ് പ്രൈസ്. ഓക്കെ, ഇത്രയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. നല്ല ക്വസ്റ്റ്യൻ നോക്കുക, ആൻസർ ചെയ്തിട്ടുണ്ട്, ശ്രദ്ധിക്കുക. Okay.